ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ യോഗം ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്ത് ചേർന്നു. ഇതിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇരു സംഘടനകളിലെയും കമാൻഡർമാർ അടക്കമുള്ളവർ, ഇതിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ ഒന്നിച്ചു ചേർന്ന് ചില യോഗങ്ങൾ നടത്തുന്നു. നേരത്തെ തന്നെ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾ ഇനി ഒന്നിച്ച് ഒരേ രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. പക്ഷെ അന്ന് നമ്മൾ കരുതിയിരുന്നില്ല 2-3 ആശയങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾക്ക് ഒന്നിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യൻ ആക്രമണത്തിൽ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ, അവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി. അതോടുകൂടി അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ പാകിസ്ഥാൻ ആർമിയും ഇന്റർ സർവീസ് ഇൻ്റലിജൻസുമാണ് അവർക്ക് എല്ലാ സഹായങ്ങളും നൽകിയത്. ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള സൈഫുള്ള കസൂരി അടക്കമുള്ളവരും കമാൻഡർമാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ടാർഗറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് തരത്തിലുള്ള പ്രവർത്തനവും നടത്തും. അവരുടെ നശിച്ചുപോയ ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കും. ബഹവൽപൂരിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം. അവിടെ വെച്ച് തന്നെയാണ് ഈ നിർണായകമായ മീറ്റിംഗ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യൻ ആർമി അവരുടെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ആക്രമണം നടത്തി അതെല്ലാം തന്നെ നശിപ്പിച്ചതാണ്. ഇപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം പുനർനിർമ്മിക്കുകയാണ്. തകർന്ന ലോഞ്ച് പാഡുകൾ പുനർനിർമ്മിക്കുന്നു. റാവാൽകോട്ടിലെ ഇന്ത്യൻ ആർമി തകർത്ത കേന്ദ്രങ്ങൾ ഇവർ പുനർനിർമ്മിക്കുന്നു. ഇതിന് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് പാക് ഭരണകൂടമാണ്. അപ്പോൾ അസിം മുനീർ അവിടുത്തെ സൈന്യാധിപനായി എത്തിയതോടുകൂടി ഇപ്പോൾ യൂണിഫോം ഇട്ട ടെററിസ്റ്റുകൾ, യൂണിഫോം ഇടാത്ത ടെററിസ്റ്റുകൾ എന്നിങ്ങനെ 2 വിങ്ങായിട്ട് നിർത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബ ഏതാണ്ട് 5000-ഓളം വരുന്ന വനിതാ ചാവേറുകളെ റിക്രൂട്ട് ചെയ്ത് വരുന്നു എന്ന വാർത്തകളുമൊക്കെ നേരത്തെ പുറത്തു വന്ന ഇവിടെ ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നത് ഇവിടേക്ക് ഹമാസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോലും ഹമാസിൻ്റെ ചില സംഘടനകൾക്ക് അല്ലെ അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന ചില സംഘടനകൾക്ക് വേരുകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പാക് ഒക്കുപ്പൈഡ് കശ്മീരിലേക്ക് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ ഭീകര നേതാക്കൾക്കൊപ്പം ഹമാസിൻ്റെ നേതാക്കളും എത്തുന്നു. എന്നിട്ട് പറയുന്നു കശ്മീർ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ്, നിങ്ങൾക്ക് വേണ്ടി അത് ഞങ്ങൾ പിടിച്ചു നൽകുമെന്നൊക്കെ പറയുന്നു. ഈ ഒരു നീക്കം നടത്തിയതോടുകൂടി ഇസ്രയേൽ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. എത്രയും പെട്ടെന്ന് ഹമാസിനെ ഇന്ത്യയിൽ നിരോധിക്കണം. ഹമാസ് എന്ന് പറയുന്ന സംഘടന ഇസ്രയേലിന് കാലാകാലങ്ങളായിട്ട് ദുരിതം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇറാനാണ് സ്പോൺസർ ചെയ്യുന്നത്. മാത്രമല്ല നിലവിൽ ഇസ്രയേലിനും ഇന്ത്യക്കും ഒരുപോലെ തന്നെ ഭീഷണി ഉയർത്തുകയാണ് ഹമാസ്. അതുകൊണ്ട് പറയുകയാണ് ഹമാസിനെ ഇന്ത്യ നിരോധിക്കണം. UN നിരോധിച്ചിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നിരോധിച്ച ഹമാസിനെ, ആ തീവ്രവാദ ഭീകരവാദ സംഘടന ഇന്ത്യ കൂടി നിരോധിക്കണം. ഇത് മുമ്പും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് നൗർഗിനോണാണ് നമ്മളോട് പറഞ്ഞത് ഇത് വലിയ ഭീകര സംഘടനയാണ്, രാജ്യത്തിന് നാശം വരുത്തും. ഇതിൻ്റെ തെളിവുകൾ സഹിതം നമ്മുടെ ഭരണകൂടത്തിന് മുമ്പിൽ വെച്ചു. ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ലെഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള കേണൽ നദവ് ഗോഷാണിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. POK കേന്ദ്രമാക്കി ഹമാസിൻ്റെ ചില നീക്കങ്ങൾ നടത്തുന്നു. കശ്മീർ പിടിച്ചെടുക്കാനാണ് അവരുടെ നീക്കം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹമാസിനെ നിരോധിക്കണം. അങ്ങനെ നിരോധിച്ചാൽ ഹമാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നവരെ കാണുന്നിടത്ത് തന്നെ വേണേൽ വെടിവെച്ചു കൊല്ലാം. അപ്പോൾ മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിലും ഹമാസിനെ നിയന്ത്രിക്കുമോ അല്ലെ നിരോധിക്കുമോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നതാണ്. അന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തു പറഞ്ഞതും ഇന്ത്യയിൽ ഒരു തീവ്രവാദ ഭീകരവാദ സംഘടന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതികൾ മനസ്സിലാക്കി അവർക്കെതിരെ UAPA ചുമത്തി അവർക്കെതിരെ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ ഹമാസിനെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് POKയിലെത്തി കശ്മീർ ഐക്യദാർഢ്യം സംഘടിപ്പിച്ച ഹമാസിൻ്റെ നീക്കം പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഗസയിൽ നിന്ന് ഇസ്രയേൽ ഏതാണ്ട് ഹമാസിനെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കൾ പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. അപ്പോൾ ഒരുമിച്ച് നിർത്തി ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘത്തെ കൂട്ടക്കൊല നടത്താനോ അല്ലെങ്കിൽ വെടിവെച്ച് തീർക്കാനോ ഒന്നും പറ്റില്ല. കാരണം അതൊരാശയം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ചെറിയ കുട്ടികളെ ഉൾപ്പെടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മതപഠന കേന്ദ്രങ്ങളിലെത്തി മതബോധനം അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരികയാണ്.
അങ്ങനെയുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഇപ്പോൾ സേവ് ഗസ എന്ന പേരിൽ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പോലും സാമ്പത്തിക സഹായങ്ങൾ പോകുന്നുണ്ട്. ഇത് ചെന്ന് ചേരുന്നത് ഈ പറയുന്ന ഹമാസിൻ്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ്. അവർ ഈ പണം ഉപയോഗിച്ച് ഖത്തറിൽ പോയി സുഖലോലുപരായിട്ട് ജീവിക്കുന്നു. കുറേ പണം കൊണ്ട് തുർക്കിയിൽ നിക്ഷേപിക്കുന്നു, ബിസിനസ് നടത്തുന്നു. എന്തിന്? പാകിസ്ഥാനിലേക്ക് പോലും പോകുന്നു. അപ്പോൾ കശ്മീർ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു നീക്കവുമായിട്ട് അവർ പാകിസ്ഥാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ എല്ലാവിധ സ്വീകരണവും ഈ ഹമാസിന് നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഹമാസിൻ്റെ വേരുകൾ ഇന്ത്യയിൽ ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ചില സൂചനകൾ വരുന്നു. കാരണം ഇവർ ഹമാസ് എന്ന രീതിയിലല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കാം. ഇവർ സ്ലീപ്പർ സെല്ലുകളായിട്ടായിരിക്കും. ഒന്നുകിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന സംഘടനകൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യാവകാശം വിളിച്ചോതുന്ന സംഘടനകൾ, ഇനി അതല്ല ഡ്രഗ് മാഫിയകളായിട്ട്, മനുഷ്യക്കടത്ത് നടത്തുന്നവരായിട്ട്, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഇവർ ഒരു അവസരം വന്നാൽ ചാവേർ ആക്രമണം നടത്താനോ ബോംബ് സ്ഫോടനം നടത്താനോ ഒരു മടിയും കാണിക്കില്ല. അത്തരം നീക്കവും നടത്തും. ഇതാണ് ഇസ്രായേൽ നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല, ധാരാളം പണം ഇവരിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ പണത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കണം. കാരണം ഹമാസിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുക എന്നതല്ല, അവരിലേക്ക് പണം എത്തുന്നതും ആ പണം ഉപയോഗിച്ച് ഇവരുടെ സംഘടന ലോക രാജ്യങ്ങളിലേക്ക് വിപുലപ്പെടുത്തുന്നതും എന്നേക്കുമായിട്ട് തടയണം. UN പോലും പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബയൊക്കെ ഭീകര സംഘടനകളാണ്. അവർക്കൊപ്പം ഹമാസ് അതിനേക്കാൾ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നത് ലോക രാജ്യങ്ങൾക്ക് തന്നെ വലിയ വിനാശം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തകരുമായിട്ട് ലിങ്ക് ചെയ്ത് ഹമാസിൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും കണ്ടെത്തി, നമ്മുടെ ഇൻ്റലിജൻസ് വിങ്ങും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹമാസിന് വലിയ പിന്തുണ നൽകുന്നത് തുർക്കിയാണ്. കുറച്ച് കാലമായിട്ട് തുർക്കി ഇന്ത്യക്കെതിരെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നു. പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് ഡ്രോണും ആയുധവും പണവും ഒക്കെ നൽകി ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. കാരണം എന്താ? ഹമാസിൻ്റെ നേതാക്കൾ വൻതോതിൽ ഇപ്പോൾ തുർക്കിയിൽ പണം നിക്ഷേപിക്കുന്നു. കൂടാതെ തൊയ്ബ് എർദോഗനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫ എന്ന നിലയിൽ ആ രാജ്യങ്ങളെ അടക്കി ഭരിക്കണമെന്നുള്ള മോഹം ഉദിക്കുന്നു. അങ്ങനെയാണ് തുർക്കി ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കുന്നു. ഒപ്പം ഹമാസിൻ്റെ നേതാക്കൾ കൃത്യമായ ഓപ്പറേഷൻ നടത്തുന്നു. ഇപ്പോൾ പഹൽഗാം ആക്രമണം നടന്ന സമയത്ത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ 50ഓളം ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി ഇന്ത്യയിലേക്ക് എത്തുന്നു. എന്നിട്ട് പഹൽഗാമിൽ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുന്നു. അവരുടെ ആയുധങ്ങളെക്കുറിച്ച് പരിശോധന നടത്തുന്നു. എന്തിന്? അവരുടെ മോഡസ് ഓപ്പറാണ്ടി പോലും പരിശോധിക്കുന്നു. കാരണം ഗസയിൽ ഇവർ നടത്തുന്ന അതേ ഉദ്യമം, അതേ ഓപ്പറേഷൻ അത് തന്നെയാണോ ഇവിടെ നടത്തിയതെന്നാണ്. ഇതിൻ്റെ ചില വ്യക്തമായ സൂചനകൾ, റിപ്പോർട്ടൊക്കെ തന്നെ ഇസ്രായേലി ഭരണകൂടം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇസ്രായേൽ ഒരു സഹായം പോലെ ചോദിക്കുന്നു, ഹമാസിനെ നിരോധിക്കണമെന്നും. 2023 മുംബൈ ആക്രമണം നടന്നു. അന്ന് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇതേ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് രാജ്യാന്തര തലത്തിൽ വേരുകളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഇസ്രായേൽ ആ സംഘടനയെ അങ്ങ് നിരോധിക്കുന്നു. അതിന് സമാനമായിട്ട് ഇപ്പോൾ ഹമാസിനെയും കൂടെ നമ്മൾ നിരോധിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. കാരണം ഗസയിൽ വീണ്ടും ഹമാസ് തലപൊക്കി തുടങ്ങുന്നു. ഇറാൻ രാജ്യാന്തര തലത്തിലുള്ള ഭീകരവാദ തീവ്രവാദ നെറ്റ്വർക്കുകളുമായിട്ട് ഹമാസിനെ കണക്ട് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. ഇത് ഇസ്രായേൽ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ത്യ കൂടി ഇവർക്കെതിരെ ഒരു നിരോധനം പുറപ്പെടുവിച്ചാൽ അവരിലേക്കുള്ള സാമ്പത്തിക സ്രോതസ് പെട്ടെന്നടയും. കാരണം ഇന്ത്യക്ക് സമീപമുള്ള ബംഗ്ലാദേശ്, നേപ്പാൾ, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ഹമാസിനെ സഹായിക്കാനുള്ള ചില നീക്കങ്ങൾ, ചില സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനമൊക്കെ നടക്കുന്നു എന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ എതിർക്കാനാണ് മോദിയോട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഇന്ത്യ സന്ദർശിക്കും. ആ സന്ദർശനത്തിനുള്ളിൽ തന്നെ ഹമാസിനെ നിരോധിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തും. അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഹമാസിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങൾ ആലപ്പുറത്തേറ്റി എഴുന്നള്ളിക്കുന്ന സംഭവങ്ങൾ വടക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിന്? ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് അവരത് ചെയ്തത്. ചത്തതും ജീവിച്ചിരിക്കുന്നതുമായ നേതാക്കളുടെ ചിത്രങ്ങൾ. ഇനി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളോ കോഴിക്കോട്ട് ബീച്ചിൽ വലിയ പരിപാടി നടത്തുമ്പോൾ ഈ ഹമാസിൻ്റെ നേതാവിനെ കൊണ്ട് പരസ്യമായി സംസാരിപ്പിക്കുന്നു ലൈവായിട്ട്.
എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഹമാസിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. ഇതാണ് നെതന്യാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്രയേൽ പോലും പ്രതീക്ഷിക്കാത്ത വമ്പൻ സമ്മാനം അതായത് നരേന്ദ്രമോദി ഇസ്രയേലിന് സമ്മാനിക്കും, അല്ലെ നെതന്യാഹുവിന് സമ്മാനിക്കും. ഒപ്പം പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കം, അതായത് ചെങ്കോട്ട ആക്രമണത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ചില ചാവേർ ആക്രമണങ്ങൾ നടത്താൻ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും കൂടെ ആലോചിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് ഇരു സംഘടനകളിലെയും കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പിന്തുണയുമായിട്ട് ഇസ്രയേലും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.